ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് പ്രൈം മിനിസ്റ്റർ, കേന്ദ്ര മന്ത്രിസഭയും പ്രധാനമന്ത്രിയും. കേന്ദ്ര മന്ത്രിസഭയെക്കുറിച്ചും പ്രധാനമന്ത്രിയെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന ഒരു പാർലമെന്ററി ഭരണ സംവിധാനത്തിനാണ് വ്യവസ്ഥ ചെയ്യുന്നത്. അതിനാൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ രണ്ട് വിഭാഗങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നുണ്ട്. ഒന്ന് നോമിനൽ എക്സിക്യൂട്ടീവും മറ്റൊന്ന് റിയൽ എക്സിക്യൂട്ടീവും. ഇന്ത്യൻ പ്രസിഡന്റ് നോമിനൽ എക്സിക്യൂട്ടീവും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിമാരുടെ കൗൺസിൽ യഥാർത്ഥ എക്സിക്യൂട്ടീവുമാണ്. ഇന്ത്യൻ പ്രസിഡന്റിന്റെ എല്ലാ നാമമാത്ര അധികാരങ്ങളും പ്രവർത്തനങ്ങളും വിനിയോഗിക്കുന്നത് യഥാർത്ഥ എക്സിക്യൂട്ടീവായ മന്ത്രിമാരുടെ കൗൺസിലിന്റെ സഹായത്തോടും ഉപദേശത്തോടും കൂടിയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 74, 75, 78 എന്നിവ യഥാർത്ഥ എക്സിക്യൂട്ടീവായ മന്ത്രിസഭയുടെയും പ്രധാനമന്ത്രിയുടെയും പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. നമുക്ക് മന്ത്രിമാരുടെ കൗൺസിലിന്റെ മന്ത്രിസഭയുടെ രൂപീകരണം എങ്ങനെയാണെന്ന് നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം, രാജ്യത്ത് നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭയിൽ കേവല ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയോ അല്ലെങ്കിൽ മുന്നണിയുടെയോ നേതാവ് മന്ത്രിസഭ രൂപീകരിക്കാൻ രാഷ്ട്രപതിക്ക് കത്ത് നൽകും. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായും അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം മറ്റു മന്ത്രിമാരെയും രാഷ്ട്രപതി സത്യപ്രതിജ്ഞ നൽകി നിയമിക്കും. തന്റെ മന്ത്രിസഭയുടെ ശക്തി നിർണയിക്കാനും തന്റെ ഇഷ്ടത്തിനനുസരിച്ച് മന്ത്രിമാരെ തെരഞ്ഞെടുക്കാനും പ്രധാനമന്ത്രിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇങ്ങനെയാണ് മന്ത്രിമാരുടെ കൗൺസിലിന്റെ രൂപീകരണം നടക്കുന്നത്. പാർലമെന്റിലെ ലോക്സഭ ജനങ്ങളുടെ സഭയായ ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുപ്പ് നടത്തി പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഭൂരിപക്ഷമുള്ള മുന്നണിയുടെയോ നേതാവിനെയാണ് പ്രധാനമന്ത്രിയായിട്ടും ആ നേതാവ് പറയുന്ന പ്രധാനമന്ത്രി പറയുന്ന ആളുകളെയാണ് മന്ത്രിമാരായിട്ടും നമ്മുടെ രാജ്യത്ത് റിയൽ എക്സിക്യൂട്ടീവായി നിലവിൽ വരുന്നത്. ഇനി ഈ മന്ത്രിമാർക്ക് വകുപ്പുകൾ വിഭജിച്ച് നൽകും. അലോക്കേഷൻ ഓഫ് പോർട്ട്ഫോളിയോസ്. തന്റെ മന്ത്രിമാർക്ക് വകുപ്പുകൾ അനുവദിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ഏത് പ്രത്യേക വകുപ്പ് ഏത് മന്ത്രിയെ ഏൽപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് നിർണയിക്കാം. പ്രധാനമന്ത്രിക്ക് ഏത് സമയത്തും തന്റെ മന്ത്രിമാരെ മാറ്റാനും മന്ത്രിമാരുടെ വകുപ്പുകൾ മാറ്റാനും അധികാരമുണ്ട്. മന്ത്രിസഭയിൽ അംഗമായ പ്രധാനമന്ത്രി അടക്കമുള്ള ഏതൊരു മന്ത്രിയും 6 മാസത്തിനകം പാർലമെന്റിലെ ഏതെങ്കിലും ഒരു സഭയിൽ അംഗമായിരിക്കണം. അല്ലെങ്കിൽ ആ കാലയളവ് അവസാനിക്കുമ്പോൾ ആ മന്ത്രിപദം അവസാനിക്കും. മന്ത്രിയാകുമ്പോൾ പ്രധാനമന്ത്രി അടക്കമുള്ള മന്ത്രിസഭയിലെ ഏതൊരംഗവും നിലവിൽ പാർലമെന്റിലെ ഏതെങ്കിലും ഒരു സഭയിൽ അംഗമായിരിക്കണം. അംഗമല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ അംഗമായിരിക്കണം എന്നാണ് പറയുന്നത്. മന്ത്രിമാരുടെ കൗൺസിലിന്റെ മന്ത്രിസഭയുടെ ഘടനയാണ് നമ്മൾ ഇനി നോക്കുന്നത്. മന്ത്രിമാരുടെ കൗൺസിലിൽ 85ഓളം മന്ത്രിമാരടങ്ങുന്ന ഒരു വലിയ മന്ത്രിമാരുടെ കൗൺസിലാണ് നിലനിൽക്കുന്നത്. ലോക്സഭയുടെയും രാജ്യസഭയുടെയും ഇന്ത്യൻ പാർലമെന്റിന്റെ ഏത് സഭയിൽ നിന്നും ഒരാൾക്ക് മന്ത്രിയാവാം. 6 മാസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു സഭയിൽ MP ആയി നിന്നാൽ മതി എന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ പാർലമെന്റിന്റെ 15% ആളുകൾക്ക് മന്ത്രിമാരാകാം എന്നാണ് ഇന്ത്യൻ ഭരണഘടന വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ഏതായാലും നിലവിൽ 85ഓളം മന്ത്രിമാരുടെ കൗൺസിലിൽ ഇന്ത്യയിലുണ്ട്. ഇങ്ങനെ മന്ത്രിമാരുടെ കൗൺസിൽ എന്ന് പറയുന്നത് 85ഓളം മന്ത്രിമാരടങ്ങുന്ന വലിയ മന്ത്രിമാരുടെ കൗൺസിലാണ്. അവരിൽ പ്രധാന വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ഉയർന്ന റാങ്കിലുള്ള മന്ത്രിമാരെ ക്യാബിനറ്റ് മന്ത്രിമാർ എന്നാണ് വിളിക്കുന്നത്. മന്ത്രിമാരുടെ സമിതിയും ക്യാബിനറ്റും തമ്മിലുള്ള വ്യത്യാസം വളരെ ശക്തമായ മികച്ച 20ഓളം പ്രധാനപ്പെട്ട മന്ത്രിമാരാണ് ക്യാബിനറ്റിൽ ഉണ്ടാവുന്നത്. മന്ത്രിസഭയിലെ ഏറ്റവും ഉയർന്ന 10-20 മന്ത്രിമാർ അടങ്ങുന്ന ഒരു ടീമാണ് ഏറ്റവും ഉയർന്ന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന വലിയ ഒരു ഏറ്റവും ഉയർന്ന മന്ത്രിമാരുടെ ഒരു വിഭാഗമാണ്, ഒരു ടീമിനെയാണ് ക്യാബിനറ്റ് എന്ന് പറയുന്നത്.
ക്യാബിനറ്റിന് താഴെയായിട്ട് സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാർ, സഹമന്ത്രിമാരുണ്ടായിരിക്കും. അതിനും താഴെയായിട്ട് സഹമന്ത്രിമാരായ ആളുകളുണ്ടായിരിക്കും. ഇങ്ങനെ മന്ത്രിമാരുടെ കൗൺസിലിൽ 3 തരം മന്ത്രിമാരുണ്ടായിരിക്കും. വളരെ പ്രധാനപ്പെട്ട മന്ത്രിമാരായിട്ട് ക്യാബിനറ്റ്, അതിന് താഴെയായിട്ട് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർ, അതിനും താഴെയായിട്ട് സഹമന്ത്രിമാർ. ഇങ്ങനെ എല്ലാവരും അടങ്ങിയതാണ് മന്ത്രിമാരുടെ കൗൺസിലിന്റെ ഘടന. അതേസമയത്ത് അതിലെ ഏറ്റവും ഉയർന്ന മന്ത്രിമാർക്ക് പറയുന്നതാണ് ക്യാബിനറ്റ് എന്ന് പറയും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ പതിവായി നടക്കുന്ന ക്യാബിനറ്റ് യോഗങ്ങളിൽ ക്യാബിനറ്റ് മന്ത്രിമാർ മാത്രമാണ് ക്യാബിനറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർ ക്ഷണിക്കപ്പെടുമ്പോൾ മാത്രമാണ് ക്യാബിനറ്റിന്റെ യോഗത്തിൽ പങ്കെടുക്കുന്നത്. രാജ്യത്തിന്റെ നയരൂപീകരണവും രാജ്യത്തിന്റെ നയപരമായ കാര്യങ്ങളുമൊക്കെ വളരെ പ്രാധാന്യത്തോടെ എടുക്കുന്നത് ക്യാബിനറ്റിന്റെ വളരെ പ്രധാനപ്പെട്ട ചുമതലയാണ്. മന്ത്രിമാരുടെ കൗൺസിൽ യോഗത്തിൽ എല്ലാ മന്ത്രിമാരും അംഗങ്ങളാണ്. മന്ത്രിമാരുടെ കൗൺസിൽ യോഗത്തിൽ എല്ലാ മന്ത്രിമാരും അംഗങ്ങളാണ്. അതേസമയത്ത് ക്യാബിനറ്റ് യോഗങ്ങളിൽ ക്യാബിനറ്റ് മന്ത്രിമാർ മാത്രമാണ് അംഗങ്ങളായിട്ടുണ്ടാവുക. മന്ത്രിമാർ പാർലമെന്റിലെ അംഗങ്ങളാണ്, അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ അവർ ഏതെങ്കിലും സഭയിൽ അംഗമായിരിക്കണം. ഇനി അവരുടെ കാലാവധിയാണ് പറയുന്നത്. ഒരു മന്ത്രിസഭയുടെ കാലാവധി ലോക്സഭയുടെ കാലാവധിക്കനുസരിച്ചാണുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 5 വർഷത്തേക്കാണ് മന്ത്രിമാരുടെ മന്ത്രിസഭാ കാലാവധി. ഇതേസമയം ലോക്സഭയിലെ ഭൂരിപക്ഷത്തിന്റെ വിശ്വാസം ഏതു സമയത്തും നഷ്ടപ്പെട്ടാൽ ആ നിമിഷം മന്ത്രിസഭ താഴെ വീഴും. ലോക്സഭയുടെ വിശ്വാസം ഉണ്ടായിരിക്കണം. ഏത് സമയത്തും ലോക്സഭയിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. അവിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നിമിഷം ആ ഗവൺമെന്റ് താഴെ വീഴും. വിശ്വാസം ഉണ്ടാവുക എന്ന് പറയുന്നത് കേവല ഭൂരിപക്ഷം, ഈ ഭരിക്കുന്ന എല്ലാ കാലത്തും ഈ കേവല ഭൂരിപക്ഷം പാർലമെന്റിലെ ലോക്സഭയിൽ ഉണ്ടായിരിക്കണം എന്നത് നിർബന്ധമാണ്. അത് ഏത് സമയത്തും നഷ്ടപ്പെട്ടാൽ ആ ഗവൺമെന്റ് താഴെ വീഴും. ഒരു ലോക്സഭയുടെ അവസാന വർഷത്തിലാണ് ഒരു സർക്കാർ രൂപീകരിക്കുന്നതെങ്കിൽ ആ സർക്കാരിന് ആ ഒരു വർഷം മാത്രമേ കാലാവധി ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ നിലവിലുള്ള ഒരു ഗവൺമെന്റ് പിരിച്ചുവിടുകയും പുതിയൊരു ഗവൺമെന്റിന് രൂപീകരിക്കാൻ കഴിയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ലോക്സഭയുടെ കാലാവധി ഒരു വർഷത്തേക്കാണ് ബാക്കിയുള്ളതെങ്കിൽ ആ ഒരു വർഷത്തേക്ക് ഉള്ള ഒരു ഗവൺമെന്റ് ആണെങ്കിൽ ആ ലോക്സഭ അവസാനിക്കുമ്പോൾ ആ ഗവൺമെന്റും സ്വാഭാവികമായിട്ടും അവസാനിക്കും. അതുപോലെ പ്രധാനമന്ത്രിക്ക് ഏത് സമയത്തും മന്ത്രിസഭ പിരിച്ചുവിടാൻ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യാം. രാഷ്ട്രപതി എപ്പോഴും അദ്ദേഹത്തിന്റെ ഉപദേശമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് പ്രധാനമന്ത്രിക്ക് തോന്നുകയാണ് ഇപ്പോൾ ഈ ഗവൺമെന്റ് പിരിച്ചുവിടണം എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് തോന്നുകയാണെങ്കിൽ പ്രധാനമന്ത്രി പറഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റ് ഈ ഗവൺമെന്റിനെയും ഈ ലോക്സഭയും വേണമെങ്കിൽ പിരിച്ചുവിടും. അത് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ഇപ്പോൾ മതിയായി, ഇനി ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാണ് എന്ന് നിലവിൽ ഭരിക്കുന്ന ഒരു ഗവൺമെന്റിന് തോന്നുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രസിഡന്റിനോട് പറയുമ്പോൾ പ്രസിഡന്റ് അതുപോലെ ചെയ്യും. പ്രസിഡന്റ് പ്രതിപക്ഷത്തോട് ചോദിക്കും, നിങ്ങൾക്ക് ഗവൺമെന്റ് രൂപീകരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കും. പ്രതിപക്ഷത്തിന് ഗവൺമെന്റ് രൂപീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ലോക്സഭ പിരിച്ചുവിടുകയും വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്യും. ഏതായാലും പ്രധാനമന്ത്രിക്ക് ആ മന്ത്രിസഭ ഏത് സമയത്തും പിരിച്ചുവിടാൻ പ്രസിഡന്റിനോട് പറയാം എന്നർത്ഥം. ലോക്സഭയോട് കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരിക്കും. മന്ത്രിസഭയ്ക്ക് ലോക്സഭയോട് കൂട്ടുത്തരവാദിത്വമുണ്ട്. മന്ത്രിമാരുടെ കൗൺസിലിന് ലോക്സഭയോട് കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരിക്കും. ലോക്സഭയ്ക്ക് 5 വർഷമാണ് കാലാവധി. ആ 5 വർഷത്തേക്ക് ഈ മന്ത്രിസഭയ്ക്ക് തുടരാമെങ്കിലും ലോക്സഭയിൽ ഈ കാലയളവിൽ എല്ലാ സമയത്തും വിശ്വാസമുണ്ടായിരിക്കണം. ലോക്സഭയിൽ വിശ്വാസമുള്ള കാലത്തോളം മാത്രമേ മന്ത്രിസഭയ്ക്ക് തുടരാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം ലോക്സഭയിൽ ഉയരുന്ന ഏതൊരു ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ മന്ത്രിസഭ ബാധ്യസ്ഥമാണ്. അതോടൊപ്പം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് എല്ലാ മന്ത്രിമാരും പ്രവർത്തിക്കുന്നത്. അവർ ഒരു ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവർ ഭൂരിപക്ഷ പാർട്ടിയിലെ അല്ലെങ്കിൽ ഭൂരിപക്ഷ മുന്നണിയിലെ ആളുകളായിരിക്കും. ധാർമ്മികതയുടെ പേരിലോ സർക്കാർ നയങ്ങളോടുള്ള വിയോജിപ്പിന്റെ പേരിലോ പ്രധാനമന്ത്രിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലോ ഏതൊരു സമയത്തും മന്ത്രിമാർക്ക് രാജിവെക്കാം. ഏതായാലും മന്ത്രിസഭയ്ക്ക് പാർലമെന്റിനോട്, പ്രത്യേകിച്ച് ലോക്സഭയോട് കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരിക്കും. ലോക്സഭയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. ലോക്സഭയിൽ വിശ്വാസമുള്ള കാലത്തോളം മാത്രമേ മന്ത്രിസഭയ്ക്ക് തുടരാൻ സാധിക്കുകയുള്ളൂ.
മന്ത്രിമാരുടെ ശമ്പളവും അലവൻസും പാർലമെന്റിന്റെ കാലാകാലങ്ങളിൽ നിയമപ്രകാരം നിശ്ചയിക്കുന്നത് പോലെയായിരിക്കും. അവർക്ക് എന്തായാലും ശമ്പളവും അലവൻസും ഒക്കെ ഉണ്ട്. മന്ത്രിസഭയുടെ അധികാരവും പ്രവർത്തനവും, മന്ത്രിമാരുടെ കൗൺസിലിന്റെ അധികാരവും പ്രവർത്തനവും ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കിയാൽ ഭരണകൂടത്തിന്റെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് മന്ത്രിസഭയാണ്. സർക്കാരിന്റെ എല്ലാ നയപരമായ തീരുമാനങ്ങളും രൂപപ്പെടുത്തുകയും നിർണ്ണയിക്കുകയും ചെയ്യുന്നത് മന്ത്രിസഭാ യോഗങ്ങളിലാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ മുഴുവൻ ഭരണവും നിർവഹിക്കുന്നത് കേന്ദ്ര മന്ത്രിസഭയാണ്. രാജ്യത്തെ എല്ലാ നിയമങ്ങളും പാർലമെന്റിൽ നിർമ്മിക്കുന്നതിന് നേതൃത്വം നൽകുന്നത് മന്ത്രിസഭയാണ്. ദേശീയ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് മന്ത്രിസഭയാണ്. രാജ്യത്തിന്റെ വിദേശ ബന്ധങ്ങൾ തീരുമാനിക്കുന്നതും നിയന്ത്രിക്കുന്നതും മന്ത്രിസഭയാണ്. എല്ലാ സർക്കാർ നിയമനങ്ങളെയും സർക്കാരിന്റെ തീരുമാനങ്ങളെയും നിയമനങ്ങളെയും ഒക്കെ തീരുമാനിക്കുന്നത് ഈ മന്ത്രിസഭയാണ്. ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് വിളിക്കപ്പെടുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള ഒരു ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് ഉണ്ട്. അദ്ദേഹം മുഴുവൻ ബ്യൂറോക്രാറ്റിക് ഭരണവും ഉദ്യോഗ ഭരണവും നടത്തുന്നു, ഏകോപിക്കുകയൊക്കെ ചെയ്യുന്നത് അദ്ദേഹമാണ്. ഈ മന്ത്രിസഭയ്ക്ക് ഒരു ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥരുണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ കീഴിലായിട്ടൊരു സെക്രട്ടേറിയറ്റ് ഉണ്ടായിരിക്കും. അവരാണ് ഈ മന്ത്രിസഭയുടെ തീരുമാനങ്ങളൊക്കെ നടപ്പാക്കുന്നതിന് ഏകോപനം നടത്തുകയും പ്രവർത്തനം നടത്തുകയൊക്കെ ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കുന്നത് മന്ത്രിസഭയിലെ തലവനെ കുറിച്ചാണ്, പ്രധാനമന്ത്രിയെക്കുറിച്ചാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ തലവനും യഥാർത്ഥ എക്സിക്യൂട്ടീവുമായ മന്ത്രിമാരുടെ കൗൺസിലിന്റെ തലവനാണ് പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളും ചുമതലകളും ആണ് നമ്മൾ ഇനി നോക്കുന്നത്. ആർട്ടിക്കിൾ 78 പ്രകാരം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളും ചുമതലകളും വിശദീകരിക്കുന്നുണ്ട്. സർക്കാരിന്റെ തലവൻ, അതാണ് ഒന്നാമത്തെ അധികാരം എന്ന് പറയുന്നത്. ഇന്ത്യൻ പ്രസിഡന്റ് രാജ്യത്തിന്റെ തലവൻ മാത്രമാണ്, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് മാത്രമാണ് ഇന്ത്യൻ പ്രസിഡന്റ്. എന്നാൽ രാജ്യത്തിന്റെ ദൈനംദിനം ഭരണം നടത്തുന്ന യഥാർത്ഥ എക്സിക്യൂട്ടീവായ ഗവൺമെന്റിന്റെ തലവൻ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് ആ സർക്കാർ അറിയപ്പെടുന്നത്. നരേന്ദ്രമോദി സർക്കാർ, മൻമോഹൻ സിംഗ് സർക്കാർ, നെഹ്റുവിന്റെ സർക്കാർ, അങ്ങനെയാണ് പറയുന്നത്. അതിനർത്ഥം സർക്കാരിന്റെ തലവനായ പ്രധാനമന്ത്രിയുടെ പേരിലാണ് ആ സർക്കാർ അറിയപ്പെടുന്നത്. മറ്റൊന്ന് ചെയർമാൻ ഓഫ് ദ ക്യാബിനറ്റ്. ക്യാബിനറ്റിന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയാണ് മന്ത്രിസഭയിൽ തന്നെ ക്യാബിനറ്റിന്റെയും നേതാവ്. മന്ത്രിസഭാ യോഗങ്ങളിൽ അദ്ദേഹം അധ്യക്ഷനായിരിക്കും. അദ്ദേഹമാണ് മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ട തീരുമാനിക്കുന്നത്. മന്ത്രിസഭയിൽ ചർച്ച ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പ്രധാനമന്ത്രിയുടെ അംഗീകാരത്തോടെയും സമ്മതത്തോടെയുമാണ് നടക്കുന്നത്. മന്ത്രിമാർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ അംഗീകരിക്കണം. മന്ത്രിമാരോട് പ്രധാനമന്ത്രിക്ക് എപ്പോൾ വേണമെങ്കിലും രാജി ആവശ്യപ്പെടാൻ സാധിക്കും. മന്ത്രിമാരുടെ വകുപ്പുകൾ മാറ്റാൻ സാധിക്കും. മന്ത്രിമാരുടെ വകുപ്പുകളിൽ ഏകോപനം നടത്താൻ സാധിക്കും. അങ്ങനെ തുടങ്ങിയിട്ട് മന്ത്രിസഭയുടെ അധ്യക്ഷനായിട്ട്, ചെയർമാനായിട്ട് പ്രവർത്തിക്കുക എന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അധികാരമാണ്. മറ്റൊന്ന് ലിങ്ക് ബിറ്റ്വീൻ ദ പ്രസിഡന്റ് ആൻഡ് ദ ക്യാബിനറ്റ്. ഇന്ത്യയിലെ രാഷ്ട്രപതിയും മന്ത്രിസഭയും തമ്മിലുള്ള പ്രധാന ബന്ധം പ്രധാനമന്ത്രിയാണ്. ഇവർ തമ്മിലുള്ള ബന്ധം, ലിങ്ക് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. രാഷ്ട്രപതിയും മന്ത്രിസഭയും തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ പ്രധാന ചാനലായിട്ട് പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നു. ക്യാബിനറ്റിന്റെ എല്ലാ തീരുമാനങ്ങളും അദ്ദേഹം രാഷ്ട്രപതിയെ അറിയിക്കുകയും രാഷ്ട്രപതിയുടെ അഭിപ്രായങ്ങൾ ക്യാബിനറ്റിന് ഇങ്ങോട്ട് അറിയിക്കുകയും ചെയ്യുന്നത് പ്രധാനമന്ത്രിയാണ്. മറ്റൊന്ന് ചീഫ് കോർഡിനേറ്ററാണ്. സർക്കാരിന്റെ ചീഫ് കോർഡിനേറ്ററാണ് പ്രധാനമന്ത്രി. എല്ലാ വകുപ്പുകളുടെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും എല്ലാ വകുപ്പുകളുടെയും സഹകരണം ഉറപ്പാക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അദ്ദേഹം മന്ത്രിസഭയുടെ മൊത്തത്തിലുള്ള ഒരു മേൽനോട്ടം വഹിക്കുകയും മന്ത്രിമാരുടെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുകയും ചെയ്യുന്നു. മന്ത്രിമാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അദ്ദേഹം നീക്കം ചെയ്യുകയും മറ്റു മന്ത്രിമാരുമായുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതെ ഓരോ മന്ത്രാലയത്തിന്റെയും പ്രവർത്തനം ഉറപ്പാക്കുകയും ശക്തിപ്പെടുത്തുകയും ഏകോപിപ്പിക്കുകയുമൊക്കെ ചെയ്യുന്നത് അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ മന്ത്രിസഭയുടെ മന്ത്രിമാർക്കിടയിൽ ഒരു ചീഫ് കോർഡിനേറ്ററായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു. ലീഡർ ഓഫ് ദ പാർലമെന്റിന്റെ നേതാവ്. ലോക്സഭാ നേതാവ് എന്ന നിലയിൽ, ലോക്സഭയിൽ ഭൂരിപക്ഷം കിട്ടിയ പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ പ്രധാനമന്ത്രി പാർലമെന്റിന്റെ കൂടി നേതാവാണ്. ലോക്സഭയിൽ സ്പീക്കറുമായിട്ട് കൂടിയാലോചിച്ച് സഭയുടെ സമ്പൂർണ്ണ അജണ്ട തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. പാർലമെന്റിന്റെ ഓരോ സഭയിലും
ആ സഭയെ അഭിസംബോധന ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും. പക്ഷേ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സഭയിലാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ സാധിക്കുക. ബില്ലുമായി ബന്ധപ്പെട്ട് വോട്ടെടുപ്പൊക്കെ നടക്കുമ്പോൾ അദ്ദേഹത്തിന് വോട്ടുണ്ടായിരിക്കുക താൻ ഏത് സഭയെ പ്രതിനിധീകരിക്കാമെന്നോ. രാജ്യസഭയിലാണെങ്കിൽ രാജ്യസഭ, ലോക്സഭയിലാണെങ്കിൽ ലോക്സഭ, ആ ഏത് സഭയിലാണോ താൻ പ്രതിനിധീകരിക്കുന്നത് ആ സഭയിലാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ലോക്സഭ പിരിച്ചുവിടാൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെടാനുള്ള അധികാരം പ്രധാനമന്ത്രിക്കുണ്ട്. ഏതായാലും പ്രധാനമന്ത്രിയാണ് ലോക്സഭയുടെ നേതാവ്. ലോക്സഭയുടെ നേതാവായതുകൊണ്ട് തന്നെ പാർലമെന്റിന്റെയും നേതാവ് അദ്ദേഹമാണ്. പക്ഷേ അദ്ദേഹം ഏത് സഭയാണ് പ്രതിനിധീകരിക്കുന്നത് അവിടെ മാത്രമേ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നരേന്ദ്രമോദിക്ക് ലോക്സഭയിലാണ് അംഗത്വമെങ്കിൽ അതിനു മുമ്പ് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് 10 വർഷം ഇന്ത്യ ഭരിച്ചതും രാജ്യസഭയിലെ അംഗത്വം വഴിയാണ്. അപ്പോൾ രാജ്യസഭയിലായിരുന്നു അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ സാധിച്ചിരുന്നത്. ഡിറ്റർമിൻസ് ദ ഫോറിൻ പോളിസി, വിദേശ നയം തീരുമാനിക്കുന്നു. ഗവൺമെന്റിന്റെ തലവൻ എന്ന നിലയിൽ രാജ്യത്തിന്റെ വിദേശ നയവും മറ്റു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധവും നിർണ്ണയിക്കുന്നതിൽ പ്രധാനമന്ത്രി എപ്പോഴും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. രാജ്യത്തിന്റെ അന്തസ്സിനും അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ പങ്കാളിത്തത്തിനും അദ്ദേഹം മുഖ്യമായ ഉത്തരവാദിത്വം വഹിക്കുന്നു. പ്രധാനപ്പെട്ട എല്ലാ അന്താരാഷ്ട്ര സമ്മേളനങ്ങളിലും അദ്ദേഹം രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നു. അദ്ദേഹം അന്തർദേശീയ തലത്തിൽ നേതൃപരമായ പങ്ക് രാജ്യത്തിനു വേണ്ടി വഹിക്കുകയും സമാധാനത്തിന്റെയും യുദ്ധത്തിന്റെയും സമയങ്ങളിൽ രാജ്യത്തെ നയിക്കുകയും ചെയ്യുന്നത് പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം അതുകൊണ്ട് ഇന്ത്യയുടെ വിദേശ നയത്തെ നിർണയിക്കുന്നത് പ്രധാനമന്ത്രിയുടെ അടിസ്ഥാനത്തിലാണ്. ആരാണോ പ്രധാനമന്ത്രിയാവുന്നത് അദ്ദേഹത്തിന്റെ നിലപാടിനനുസരിച്ചായിരിക്കും ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിൽ ഇന്ത്യ ദീർഘകാലമായിട്ട് ഫലസ്തീൻ്റെ ഒപ്പമായിരുന്നെങ്കിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യ ഇസ്രായേലുമായിട്ടായിരുന്നു കൂടുതൽ അടുത്തത്. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നിലപാടിനനുസരിച്ചായിരിക്കും ഇന്ത്യയുടെ വിദേശ നിലപാടുണ്ടായി വരുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെയാണ് നമ്മൾ രാജ്യത്തിൻ്റെ വിദേശ നയം നിർണ്ണയിക്കുന്നതിൽ പ്രധാനമന്ത്രിക്ക് വലിയ അധികാരമുണ്ട് എന്നർത്ഥം. സാമ്പത്തിക ആസൂത്രണത്തിന്റെ വക്താവാണ് പ്രധാനമന്ത്രി. രാജ്യത്തിന്റെ സാമ്പത്തിക ആസൂത്രണത്തിന് പിന്നിലെ പ്രധാന ആത്മാവായി പ്രവർത്തിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. എല്ലാ സാമ്പത്തിക വികസന ആസൂത്രണത്തിലും അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ആസൂത്രണ കമ്മീഷന്റെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ ചെയർമാനായിട്ട് പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് ആവശ്യമായ ആസൂത്രണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നിർണായകമായ പങ്ക് വഹിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അടിയന്തരാവസ്ഥ നിർദ്ദേശം നൽകാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട്. പ്രധാനമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ക്യാബിനറ്റിന്റെയും ഉപദേശപ്രകാരം മാത്രമാണ് രാഷ്ട്രപതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ദേശീയ അടിയന്തരാവസ്ഥയിൽ പ്രധാനമന്ത്രി വളരെ ശക്തനാവുകയും ഒരുപക്ഷെ ഒരു ഏകാധിപതിയായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്തൊക്കെ അത് കണ്ടതാണ്. ഏതായാലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇന്ത്യൻ പ്രസിഡന്റിനോട് പറയുന്നത് പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ ഉപദേശവും അനുസരിച്ചാണ്. ഏതായാലും ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥയിലെ ഏറ്റവും ശക്തമായ ഓഫീസായിട്ടാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. സർക്കാർ പ്രവർത്തനത്തിന്റെ എല്ലാ മേഖലകളിലും അദ്ദേഹം ഒരു റിയൽ എക്സിക്യൂട്ടീവായിട്ട് അദ്ദേഹം അധികാരം പ്രയോഗിക്കുന്നു. രാജ്യത്തിന്റെ കപ്പലിന്റെ കപ്പിത്താനായിട്ട് മന്ത്രിസഭയുടെ കമാനമായിട്ട് മന്ത്രിസഭയുടെ ആർച്ചിന്റെ ഒരു കമാനമായിട്ട് അതേപോലെ സർക്കാരിന്റെ സ്റ്റിയറിംഗ് വീലായിട്ടൊക്കെ പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യമായി. ഏതായാലും പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഓഫീസാണ്, പ്രധാനമന്ത്രിയാണ്, അദ്ദേഹം നേതൃത്വം നൽകുന്ന മന്ത്രിസഭയാണ് ഇന്ത്യയിലെ യഥാർത്ഥ അധികാരമുള്ളത്, റിയൽ പവറുള്ളത്. ഇന്ത്യ ഭരിക്കുന്നത് സർക്കാരിന്റെ തലവനായ റിയൽ എക്സിക്യൂട്ടീവായ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള എക്സിക്യൂട്ടീവാണ്. പ്രധാനമന്ത്രി നേതൃത്വത്തിലുള്ള ഇന്ത്യയിലെ മന്ത്രിസഭയാണ് എന്നാണ് നമ്മൾ ഈ ഭാഗത്ത് മനസ്സിലാക്കിയത്.